ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഷോപ്പിംഗ് വ്ലോഗ് കണ്ടാലോ? അപ്പോൾ എറണാകുളത്ത് താമസിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും രാധാകൃഷ്ണനെ പറ്റി. കാരണം ഒട്ടുമിക്ക എല്ലാവരും ഷോപ്പ് ചെയ്യാൻ പോയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും രാധാകൃഷ്ണം. അത്യാവശ്യം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പർച്ചേസ് നടത്താൻ പറ്റിയ സ്ഥലമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അപ്പോൾ ആദ്യം നമ്മൾ പഴയ രാധാകൃഷ്ണയിലാണ് പോയത്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ ഒരു മെറ്റീരിയൽസ് ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ ബാസ്ക്കറ്റിൽ ഇങ്ങനെ കുറേ സെർച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ബ്ലൗസൊക്കെ തയ്ക്കാൻ പറ്റുന്ന ബ്രൊക്കേഡ് തുണി, അല്ലാത്ത തുണിയൊക്കെ ഇങ്ങനെ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. അത് നമുക്ക് പ്രൈസൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. അതേപോലെ തന്നെ എത്ര മീറ്റർ ഉണ്ട് ആ തുണിയെന്നും അതിലുണ്ടാവും. അപ്പോൾ അത് നമുക്ക് നോക്കി നമുക്ക് വേണ്ട അനുസരിച്ച് എടുക്കാം. പക്ഷേ ഇങ്ങനെ വെച്ചേക്കുന്ന തുണികളിൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല അതിൻ്റെ റേറ്റൊക്കെ എത്രയാണെന്നും. അപ്പോൾ ഞാൻ അക്കോബയുടെ ഈ ഒരു ടൈപ്പ് തുണി എടുക്കാനാണ് ഞാൻ മെയിനായിട്ട് വന്നത്. കാരണം എനിക്ക് ഇത്തിരി ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അക്കോബയുടെ മെറ്റീരിയലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 130 റുപ്പീസ് മുതലാണ് ഒരു മീറ്ററിന്. അപ്പോൾ ഞാൻ ഇതൊരു 1.25 മീറ്റർ എടുത്തു, ഈ ഒരു ഓഫ് വൈറ്റ് കളർ. അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറും എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എന്താ സാരി കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ കൂടുതൽ ഈ വൈറ്റും ബ്ലാക്കും ബ്ലൗസാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് ഇത്രയും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നി ഈ ഒരു അക്കോബ മെറ്റീരിയൽ. അതാണ് ഞാൻ ഇതെടുത്തത്. അതിനുശേഷം നമ്മൾ ബ്ലൗസ് സെക്ഷനിലേക്കാണ് പോയത്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് കളർ ഡിസൈൻ പാറ്റേൺസിലൊക്കെ ഉള്ള ബ്ലൗസസ് ഉണ്ട്. അപ്പം ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഈ ഒരു ബനിയാൻ ടൈപ്പ് ബ്ലൗസാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡും എടുത്തു, അതേപോലെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡും എടുത്തു. അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 100 ആണ്. അപ്പോൾ നമ്മുടെ സൈസ് അനുസരിച്ച് പ്രൈസിലും വ്യത്യാസം വരും. പിന്നെ അതിന് ശേഷം ഈ ബ്ലൗസ് മെറ്റീരിയൽ എടുത്തതിന് ലൈനിങ് വേണമല്ലോ, പ്രത്യേകിച്ച് അക്കോബ ആയത് കാരണം ലൈനിങ് ഇട്ട് തയ്ക്കുന്നതായിരിക്കും ഇത്രയും കൂടെ കംഫർട്ടബിൾ. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ലൈനിങ്ങും അതേപോലെ തന്നെ ഓഫ് വൈറ്റ് ലൈനിങ്ങും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഈ ഒരു റെഡിമെയ്ഡ് പലാസോ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു കോട്ടൺ മെറ്റീരിയൽ അല്ല, എന്നാലും ഒരു അത്യാവശ്യം പോക്കറ്റൊക്കെ വരുന്ന നല്ലൊരു പാൻറ്റാണ്. ആ ഒരു പാൻറ്റും വാങ്ങിച്ചു. അതിൻ്റെ റേറ്റ് വരുന്നത് 430 റുപ്പീസാണ്. അങ്ങനെ ഈ ഒരു സെഷനിൽ നിന്ന് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പുതിയ രാധാകൃഷ്ണയിലാണ്. കാരണം അവിടെയും ഇത്തിരി നോക്കാമെന്ന് കരുതി, പുതിയ എന്തെങ്കിലും മെറ്റീരിയലൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാമെന്ന് കരുതി നമ്മൾ നേരെ നടന്നു പോയത് പുതിയ രാധാകൃഷ്ണയിലാണ്. അപ്പോൾ ഈ 2 ഷോപ്പ് അപ്പുറം ഇപ്പുറം ഉള്ളത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് പോയി നോക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി 8 മണി കഴിഞ്ഞു. അതാണ് ഇത്രയും സ്റ്റാഫുകൾ കുറവ്. അല്ലെങ്കിൽ നിറച്ചും സ്റ്റാഫുകൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് രാധാകൃഷ്ണയിൽ. അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം ഇതാണ്. അങ്ങനെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ മെറ്റീരിയലൊക്കെ നോക്കി ആവശ്യമുള്ള മെറ്റീരിയലൊക്കെ എടുത്തു. രാധാകൃഷ്ണയിൽ ടോട്ടൽ 2 മണിക്കൂർ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. പക്ഷെ ഞാൻ എടുത്ത വീഡിയോ ആകെ 5 മിനിറ്റിൽ താഴെയുള്ളൂ. അപ്പോൾ അത് ഇത്രയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത്രയും കൂടെ മനസ്സിലാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ഈ ഒരു ലോങ് വീഡിയോ ഇട്ട് ഇടാമെന്ന് ഞാൻ കരുതിയത്. പിന്നെ അതിന് ശേഷം ഇത്തിരി എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല, ഇത്രയും കൂടെ വില കൂടിയ മെറ്റീരിയൽസാണ് ഈ ഒരു കിടക്കുന്നതൊക്കെ. സ്കാലപ്പൊക്കെ വരുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അത് അത്യാവശ്യം ഇത്തിരി റേറ്റ് കൂടുതലാണ്. പിന്നെ ഇങ്ങനെ ഈ ഒരു ബോക്സിൽ വെച്ചേക്കുന്നത് ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്ന ചുരിദാർ സെറ്റുകളാണ്. ഇതൊക്കെ ആകെ 400 രൂപയുള്ളൂ ഈ ഒരു യെല്ലോ ബോക്സിലുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ 350 രൂപയുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഈ ഒരു വിചിത്ര സിൽക്ക് സാരി ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് ആകെ 250 ഉള്ളൂ. അപ്പോൾ ഇത് ഇപ്രാവശ്യം പർച്ചേസ് ചെയ്തില്ല, കാരണം ഇതിന് മുന്നേ നമ്മൾ ഇവിടെ നിന്ന് ഒരെണ്ണം എടുത്തതായിരുന്നു. അത് കാരണം വിചിത്ര സിൽക്ക് പർച്ചേസ് ചെയ്തില്ല. പിന്നെ ഈ ഒരു ബോക്സിലുള്ള ഈ ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ രാധാകൃഷ്ണയിലത്തെ എല്ലാ ഷോപ്പിംഗ് കഴിഞ്ഞ് അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി 8:30 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ ഷോപ്പൊക്കെ ഏകദേശം അടക്കാറായിട്ടുണ്ട്. 9 മണി വരെയാണ് രാധാകൃഷ്ണയുടെ വർക്കിംഗ് ടൈം. പിന്നെ നമ്മൾ നേരെ പോയതും ചെരുപ്പ് നോക്കാനായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു വഴിക്കച്ചവടമൊക്കെ നമ്മൾ നോക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷെ അങ്ങനെ നമുക്ക് പറ്റിയ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ചെരുപ്പ് നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കല്ല ഇപ്രാവശ്യം ചെരുപ്പ് നോക്കേണ്ടിയിരുന്നത്, എൻ്റെ ചിറ്റക്കാണ്. അങ്ങനെ ചിറ്റ ഒരു ചെരുപ്പ് നോക്കി. അങ്ങനെ ആ ഒരു ചെരുപ്പ് ഫൈനലൈസ് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ബസ് പിടിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഈ രാധാകൃഷ്ണയുടെ വീഡിയോ ഞാൻ ഇതിന് മുന്നേയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഞാൻ എടുത്ത വീഡിയോ ആയത് കാരണം ഞാനിങ്ങനെ ഒരു ഇച്ചിരി വലിയ ബ്ലോഗായിട്ട് ഇട്ടത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ്സിൽ ഈ ഒരു സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കറക്റ്റ് ഒരു 9:45 ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തി.